പല ആളുകളും ധരിച്ചിട്ടുള്ളത് പരീക്ഷണം എന്ന് പറഞ്ഞാൽ രോഗമാണ്, മരണമാണ്, സമ്പത്ത് നഷ്ടപ്പെടലാണ്, സൗന്ദര്യമില്ലാതിരിക്കലാണ്, മറ്റു ബുദ്ധിമുട്ടുകളാണ്. അതാണ് പരീക്ഷണം. എന്നാൽ ആരോഗ്യമുണ്ടാവുക, സമ്പത്തുണ്ടാവുക, സൗന്ദര്യമുണ്ടാവുക, ജോലി ഉണ്ടാവുക, സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക, അതൊക്കെ അനുഗ്രഹങ്ങളുമാണ് എന്ന് പലരും ധരിച്ചിരിക്കുന്നു. എന്നാൽ അറിയണം, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത് വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഖൈറായി നമ്മൾ കരുതുന്നതും പരീക്ഷണമാണ്, ഷർറായി നമ്മൾ കരുതുന്നതും പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണമാണ്. സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം ഒക്കെ പരീക്ഷണമാണ്. ഈ സമ്പത്തും ഈ ആരോഗ്യവും ഈ ഒഴിവ് സമയവും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മമാക്കി നമ്മൾ മാറ്റണം. ദീനിൻ്റെ മാർഗത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു പരിശോധിക്കുന്നതും അതാണ്. അതുകൊണ്ടാണല്ലോ ഒരുപാട് നിഅമത്തുകൾ ലഭിച്ച സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുന്നത് എന്താണ്? ഹദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്, ഫദ്ലാണ്. പക്ഷേ ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ് ഇത് നൽകിയത്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്നുള്ളത് പരിശോധിക്കാനാണ് ഇത് നൽകിയിട്ടുള്ളത്. അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ നിലപാടുകൾ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്നതാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടുമെന്നാണ്. അതെത്ര ചെറിയ അനുഗ്രഹമാകട്ടെ, എത്ര വലുതാകട്ടെ, ഖിയാമത്ത് നാളിൽ ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു, അള്ളാഹുവിനോട് നന്ദി കാണിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ ഖിയാമത്ത് നാളിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അതിനെ നമ്മൾ വിനിയോഗിക്കുകയും അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയും വേണം.